എല്ലാവർക്കും നമസ്കാരം. സാഹിത്യം, സാമൂഹ്യ സേവനം, സിവിൽ സർവീസ്, കല, ആരോഗ്യം, വ്യവസായം, വാണിജ്യം എന്നിങ്ങനെ വിവിധ മേഖലകളിലെ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക് അവർ സമൂഹത്തിൽ നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് സംസ്ഥാന സർക്കാർ 2022 മുതൽ നൽകി വരുന്ന പരമോന്നത പുരസ്കാരങ്ങളാണ് കേരള പുരസ്കാരങ്ങൾ. കേരള ജ്യോതി, കേരള പ്രഭ, കേരളശ്രീ എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായാണ് കേരള പുരസ്കാരങ്ങൾ നൽകുന്നത്. രണ്ടാമത് കേരള പുരസ്കാരങ്ങൾ സമ്മാനിക്കുന്ന പ്രൗഢോജ്വലമായ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന കേരളത്തിൻ്റെ ആരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, പുരസ്കാരം സമർപ്പിക്കുന്ന ആദരണീയനായ കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മറ്റ് വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ട അവാർഡ് ജേതാക്കൾ, എല്ലാവർക്കും സ്വാഗതം. 2023 കേരള പുരസ്കാരങ്ങൾ നേടിയവർ ഇവരാണ്. കേരള ജ്യോതി, മലയാള ചെറുകഥാ സാഹിത്യത്തിലെ കുലപതിയായ ശ്രീ ടി പത്മനാഭൻ, മേഖല സാഹിത്യം. കേരള പ്രഭ, ഈയിടെ നമ്മെ വിട്ടുപിരിഞ്ഞ ജസ്റ്റിസ് എം ഫാത്തിമ ബീവി, മേഖല സാമൂഹ്യ സേവനവും സിവിൽ സർവീസും. ശ്രീ നടരാജ കൃഷ്ണമൂർത്തി എന്ന സൂര്യ കൃഷ്ണമൂർത്തി, മേഖല കല, സൂര്യ ഫെസ്റ്റിവൽ. കേരള ശ്രീ പുരസ്കാരങ്ങൾ നേടിയവർ ശ്രീ പുനലൂർ സോമരാജൻ, സാമൂഹ്യ സേവനം, ഡോക്ടർ വി പി ഗംഗാധരൻ, ആരോഗ്യം, ശ്രീ രവി ഡി സി, വ്യവസായം, വാണിജ്യം, ശ്രീ കെ എം ചന്ദ്രശേഖരൻ, സിവിൽ സർവീസ്, പണ്ഡിറ്റ് രമേശ് നാരായൺ, കല, സംഗീതം. അഭിമാനകരമായ പുരസ്കാര സമർപ്പണമാണ് ഇനി നടക്കാൻ പോകുന്നത്. അവാർഡ് ജേതാക്കളെ ഔപചാരികമായി അവതരിപ്പിക്കുന്നതിനായി കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണു ബി IAS സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. I request your permission to present them. ആദ്യം കേരള ജ്യോതി പുരസ്കാരം ശ്രീ ടി പത്മനാഭൻ. മലയാള ചെറുകഥയിൽ പുതുയുഗം ഉദ്ഘാടനം ചെയ്ത് കടന്നുവന്ന എഴുത്തുകാരനാണ് ടി പത്മനാഭൻ എന്ന തിനക്കൽ പത്മനാഭൻ. ശരീരത്തിൻ്റെ വിശപ്പിലൂന്നിയുള്ള മുൻ തലമുറ കഥാകൃത്തുക്കളുടെ രചനകളിൽ നിന്നുള്ള വഴിമാറി നടത്തമായിരുന്നു പത്മനാഭൻ കഥകൾ. മനുഷ്യ മനസ്സിൻ്റെ ആഴങ്ങളിലെ ചുഴികളും ചലനങ്ങളും അവയിൽ സൂക്ഷ്മമായി ആവിഷ്കൃതമായി. സംഭവ പ്രധാനമായിരുന്ന ചെറുകഥാലോകത്തെ ഭാവപ്രധാനമായി പത്മനാഭൻ പുതുക്കി പണിതു. സ്നേഹം, സാഹോദര്യം, സമത്വം തുടങ്ങിയ മാനവിക മൂല്യങ്ങൾ അവയിൽ നിറഞ്ഞു തുളുമ്പി. പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടിയും, ശേഖൂട്ടിയും, മഖൻ സിംഗിൻ്റെ മരണവും, ഗൗരിയുമെല്ലാം മലയാളത്തിൻ്റെ ലോക ക്ലാസിക്കുകളായി. മിക്ക ഇന്ത്യൻ ഭാഷകളിലേക്കും ഇംഗ്ലീഷ്, റഷ്യൻ, ജർമ്മൻ, ഫ്രഞ്ച് തുടങ്ങിയ വിദേശ ഭാഷകളിലേക്കും പത്മനാഭൻ കഥകൾ തർജ്ജമ ചെയ്യപ്പെട്ടു. കഥാരംഗത്തു മാത്രമല്ല, സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലാകെ മതനിരപേക്ഷതയുടെയും ജനാധിപത്യത്തിൻ്റെയും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രകാശം പരത്തി നിൽക്കുന്നു ശ്രീ ടി പത്മനാഭൻ. എഴുത്തച്ഛൻ പുരസ്കാരം ഉൾപ്പെടെ നേടിയ ടി പത്മനാഭനെ സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവന പരിഗണിച്ച് പരമോന്നത സംസ്ഥാന ബഹുമതിയായ കേരള പുരസ്കാരങ്ങളിലെ 1ാമത്തെ വിഭാഗമായ കേരള ജ്യോതി നൽകി സംസ്ഥാന സർക്കാർ ആദരിക്കുന്നു. അടുത്തത് കേരള പ്രഭ പുരസ്കാരം ജസ്റ്റിസ് റിട്ടയേർഡ് എം ഫാത്തിമ ബീവി. പുരുഷന്മാർ മാത്രം കയ്യാളിയിരുന്ന നീതിന്യായ രംഗത്തേക്ക് സ്വപ്രയത്നത്താൽ ഉയർന്നു വന്ന് സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയായ വ്യക്തിത്വം. ഏഷ്യൻ രാജ്യങ്ങളിൽ തന്നെ പരമോന്നത കോടതിയിൽ ജഡ്ജിയാകുന്ന ആദ്യ വനിത. മനുഷ്യാവകാശ കമ്മീഷൻ മുൻ അംഗം, മുൻ തമിഴ്നാട് ഗവർണർ, പത്മഭൂഷൺ ഉൾപ്പെടെയുള്ള പുരസ്കാര ജേതാവ്. സാമൂഹ്യ സേവനം, സിവിൽ സർവീസ് എന്നീ രംഗങ്ങളിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് പരമോന്നത സംസ്ഥാന ബഹുമതിയായ കേരള പുരസ്കാരങ്ങളിലെ 2ാമത്തെ വിഭാഗമായ കേരള പ്രഭ പുരസ്കാരം 2023 നവംബർ 1 പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ദേഹവിയോഗത്തെ തുടർന്ന് പ്രസ്തുത പുരസ്കാരം മരണാനന്തര ബഹുമതിയായി നൽകി ജസ്റ്റിസ് ഫാത്തിമ ബീവിയെ സംസ്ഥാന സർക്കാർ
ആദരിക്കുന്നു. കേരള പ്രഭ പുരസ്കാരം ശ്രീ സൂര്യ കൃഷ്ണമൂർത്തി. നാടകരചയിതാവ്, കലാസംഘാടകൻ, സ്റ്റേജ് ക്രാഫ്റ്റ്സ്മാൻ എന്നീ നിലകളിൽ പ്രശസ്തനായ കലാകാരൻ. നമ്മുടേതായ കലകളെയും സംസ്കാരത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് നടത്തിവരുന്ന സൂര്യ ഫെസ്റ്റിവലിൻ്റെ മുഖ്യ ശില്പി. ശബ്ദവും വെളിച്ചവും കൊണ്ട് അരങ്ങിൽ കലയുടെ അത്ഭുത രോഗം തീർത്ത പ്രതിഭ. കേരള സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവ്. കലാസംഘടനാ രംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് ശ്രീ നടരാജ കൃഷ്ണമൂർത്തി എന്ന സൂര്യ കൃഷ്ണമൂർത്തിയെ പരമോന്നത സംസ്ഥാന ബഹുമതിയായ കേരള പുരസ്കാരങ്ങളിലെ രണ്ടാമത്തെ വിഭാഗമായ കേരള പ്രഭ നൽകി സംസ്ഥാന സർക്കാർ ആദരിക്കുന്നു. അടുത്തതായി കേരളശ്രീ പുരസ്കാരങ്ങൾ. ഡോക്ടർ പുനലൂർ സോമരാജൻ. അഗതികൾക്ക് അഭയമായി പത്തനാപുരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗാന്ധി ഭവൻ എന്ന സാമൂഹിക സേവന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ. ഗാന്ധി ഭവൻ ഇൻ്റർനാഷണൽ ട്രസ്റ്റിൻ്റെ സ്ഥാപക സെക്രട്ടറിയും മാനേജിംഗ് ട്രസ്റ്റിയും കേരള സ്റ്റേറ്റ് ഓർഫനേജ് കൺട്രോൾ ബോർഡ് അംഗവും. സാമൂഹ്യ സേവന രംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് ഡോക്ടർ പുനലൂർ സോമരാജനെ പരമോന്നത സംസ്ഥാന ബഹുമതിയായ കേരള പുരസ്കാരങ്ങളിലെ മൂന്നാമത്തെ വിഭാഗമായ കേരളശ്രീ നൽകി സംസ്ഥാന സർക്കാർ ആദരിക്കുന്നു. ഡോക്ടർ വി പി ഗംഗാധരൻ. ഇന്ത്യയിലെ തന്നെ പ്രശസ്തനായ അർബുദ ചികിത്സകൻ. കേരളത്തിലെ ആദ്യത്തെ രക്തകോശ സെൽ മാറ്റിവെക്കലിന് നേതൃത്വം നൽകിയ വിദഗ്ധൻ. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻ്ററിൻ്റെ മുൻ വകുപ്പ് മേധാവി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ ശാസ്ത്രരത്ന, ഇന്ദിരാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ്റെ ഇന്ദിരാഗാന്ധി പുരസ്കാരങ്ങളുടെ ജേതാവ്. ആരോഗ്യരംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് ഡോക്ടർ വി പി ഗംഗാധരനെ പരമോന്നത സംസ്ഥാന ബഹുമതിയായ കേരള പുരസ്കാരങ്ങളിലെ മൂന്നാമത്തെ വിഭാഗമായ കേരളശ്രീ നൽകി സംസ്ഥാന സർക്കാർ ആദരിക്കുന്നു. രവി DC. രാജ്യത്തെ പ്രമുഖ പുസ്തക പ്രസാധക സ്ഥാപനമായ DC ബുക്സിൻ്റെ ഉടമ. അമേരിക്കയിലെ മസാച്യുസെറ്റ്സ് യൂണിവേഴ്സിറ്റിയിലെ MBA ബിരുദധാരി. DC സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ടെക്നോളജിയുടെ പ്രസിഡൻറ്റും ചീഫ് ഫെസിലിറ്റേറ്ററും. വ്യവസായ വാണിജ്യ രംഗങ്ങളിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് ശ്രീ രവി DCയെ പരമോന്നത സംസ്ഥാന ബഹുമതിയായ കേരള പുരസ്കാരങ്ങളിലെ മൂന്നാമത്തെ വിഭാഗമായ കേരളശ്രീ നൽകി സംസ്ഥാന സർക്കാർ ആദരിക്കുന്നു. KM ചന്ദ്രശേഖർ. മികച്ച സേവനത്തിലൂടെ പ്രശംസയാർജിച്ച 1970 ബാച്ച് IAS ഓഫീസർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറിയും ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാനും. ഫെഡറൽ ബാങ്കിൻ്റെ മുൻ ചെയർമാൻ. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയുടെ
മുൻ പ്രസിഡന്റ്. സിവിൽ സർവീസ് രംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് ശ്രീ KM ചന്ദ്രശേഖരനെ പരമോന്നത സംസ്ഥാന ബഹുമതിയായ കേരള പുരസ്കാരങ്ങളിലെ മൂന്നാമത്തെ വിഭാഗമായ കേരള ശ്രീ നൽകി സംസ്ഥാന സർക്കാർ ആദരിക്കുന്നു. രമേശ് നാരായൺ, ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ, സംഗീത സംവിധായകൻ, ആകാശവാണിയിലെ മുൻ കമ്പോസർ, സൂര്യ ഫെസ്റ്റിവലിൽ 30 മണിക്കൂറും പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 36 മണിക്കൂറും പാടി റെക്കോർഡ് സ്ഥാപിച്ച പ്രതിഭ, കേരള സംഗീത നാടക അക്കാദമി, സംസ്ഥാന ചലച്ചിത്ര അക്കാദമി അവാർഡ് ജേതാവ്. കലാ സംഗീത രംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് പണ്ഡിറ്റ് രമേശ് നാരായണനെ പരമോന്നത സംസ്ഥാന ബഹുമതിയായ കേരള പുരസ്കാരങ്ങളിലെ മൂന്നാമത്തെ വിഭാഗമായ കേരള ശ്രീ നൽകി സംസ്ഥാന സർക്കാർ ആദരിക്കുന്നു.